ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശേഷ അവസരങ്ങൾ ഏത് വന്നാലും നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ഒരു പുതിയ ഡ്രസ്സ് ഇടുക എന്നുള്ളത്. നമുക്കൊരു നല്ല ഡ്രസ്സ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഷോപ്പിൽ പോയി നമ്മുടെ മനസ്സിനിണങ്ങിയ കളറിലും ഡിസൈനിലും ഒക്കെയുള്ള ഒരു തുണി വാങ്ങിക്കും. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ച്ചിടും, അല്ലെങ്കിൽ ഒരു നല്ല സാരി വാങ്ങിച്ചെടുക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ വാങ്ങിക്കുന്ന തുണി അല്ലെങ്കിൽ സാരി ഒന്നിലധികം ആൾക്കാർക്ക് ഉണ്ടാവും. അത് കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനം മറ്റൊരാൾ ഉപയോഗിക്കുന്നു. എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റാരും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. ഒരു അല്പക്ഷമയും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും ഉണ്ടെങ്കിൽ അധികം കാശ് മുടക്കില്ലാതെ ആർക്കും ആരുടെയും മുമ്പിൽ സ്റ്റാർ ആവാം. നമുക്ക് സ്വയം ഡിസൈൻ ചെയ്ത മെറ്റീരിയൽ ഉപയോഗിച്ച് ഡ്രസ് ഇടാം. അതിനുള്ള ഒരു വഴിയുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കോട്ടൺ ക്ലോത്ത്, വിനാഗിരി, കല്ലുപ്പ്, ഡൈ പൗഡർ, കട്ടിയുള്ള കോട്ടൺ നൂല്, ഇത്രയും സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ തുണിയിലെ അഴുക്ക് കളഞ്ഞെടുക്കണം. പുതിയ തുണിയാകുമ്പോൾ അതിൽ അഴുക്കൊന്നും ഇല്ലല്ലോ എന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ പുതിയ തുണിയിൽ സ്റ്റാർച്ചും പൊടിയെല്ലാം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ അഴുക്ക് കളഞ്ഞെടുക്കാമെന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മുടെ തുണി മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് മതിയായിരിക്കും. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ വിനാഗിരി കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഫുള്ള് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 6 മീറ്റർ ക്ലോത്ത് ആണ്. അതുകൊണ്ട് 100 ലിറ്റർ വിനാഗിരി ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് നമ്മുടെ ക്ലോത്ത് കൂടി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഒരു 15 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോ ഇവിടെ 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തുണി ഇതിൽ നിന്നും എടുത്ത് ഇവിടെ കുറച്ച് സാധാരണ പച്ചവെള്ളം, തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഇടുവാണ്. ഇനി ഇത് ഈ വെള്ളത്തിൽ നിന്ന് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നമ്മുടെ ഈ തുണി ഇവിടെ ഇപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഡൈ ചെയ്തെടുക്കണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതിൽ കുറച്ച് പാറ്റേൺസ് നമുക്ക് ചെയ്തെടുക്കാം. അതിനാണ് നമ്മൾ ഈ കോട്ടൺ ഈ നൂല് ഇവിടെ എടുത്തിരിക്കുന്നത്. ആദ്യമേ നമുക്ക് ഇതിന്റെ വീതി ഭാഗത്തു നിന്നും ചെറിയ ചെറിയ ഞൊറിവുകൾ എടുത്ത് ഇതിനെ കൂട്ടിപ്പിടിച്ച് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടുമ്പോൾ നല്ലതായിട്ട് മുറുക്കി വേണം കെട്ടാനായിട്ട്. കുറച്ചൊരു വീതിയുള്ള കെട്ടാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിന്റെ കുറച്ച് താഴേക്ക് മാറ്റി ഇപ്പൊ ഇവിടെ ഇട്ട പോലെ തന്നെ ഒരു കെട്ടും കൂടെ ഇടുകയാണ്. അപ്പൊ ആ ഗ്യാപ്പ് എന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാല് നമ്മളിത് 6 മീറ്റർ തുണിയായിരുന്നു എടുത്തിരുന്നത്. അപ്പൊ ഇതൊരു സാരി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ 6 മീറ്റർ തുണി എടുത്തത്. അപ്പൊ ഇത്രയും ഭാഗത്ത് നമുക്ക് മുന്താണി ചെയ്തെടുക്കാം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. കെട്ടുകളെല്ലാം നന്നായിട്ട് മുറുകിയിരിക്കണം കേട്ടോ.
ഇതുപോലെ തന്നെ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ട് ഈ തുണി ഫുള്ള് നമുക്ക് കെട്ടിയെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അളവ് പിടിച്ചേക്കുന്നത് എൻ്റെ ഈ ഒരു കൈയുടെ അളവാണ് പിടിച്ചേക്കുന്നത്. ഈ ഒരു അളവിൽ തന്നെ നമുക്ക് താഴേക്ക് മൊത്തത്തിൽ കെട്ടിയെടുക്കാം. ഈ അളവുകളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. നമ്മൾ ഇതിൽ ചെയ്യുന്ന ഈ പാറ്റേൺ സ്ട്രൈപ്സ് ആണ്. ഇതിൽ നമുക്ക് പല പാറ്റേൺസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓരോ പാറ്റേണും ഓരോ ഡിസൈൻ ആയിട്ടാണ് വരിക. ബേസിക് നോട്ട്, സ്ട്രൈപ്സ്, ചെക്സ്, സൺബസ്റ്റ്, നോട്ട് വിത്ത് പൾസസ്, നോട്ട് വിത്ത് കോയിൻസ്, സ്റ്റിച്ചിങ് നോട്ട് എന്നിങ്ങനെ പല പാറ്റേൺസ് ഉണ്ട്. ചെക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 കളറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ചെക്സിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ തുണി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട്. ആദ്യമേ നമ്മളിവിടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഗ്യാപ്പ് കൂടി നമുക്കൊന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയൊന്ന് പിടിക്കുവാണ്. ഏകദേശം ഒരളവൊക്കെ നമുക്ക് കിട്ടിയാൽ മതിയാകുമല്ലോ. ഇനി നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുത്ത് ഇവിടെ നമുക്ക് കെട്ടിയെടുക്കാം. ഇനി ഇതിന്റെ താഴേക്ക് ഒരു ഇവിടെ മഴ വരത്തക്ക രീതിയിൽ നമുക്ക് കെട്ടിയെടുക്കാം. നമ്മളിവിടെ ചെയ്യുന്ന ഈ പാറ്റേൺ സൺബസ്റ്റ് ആണ്. നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് പാറ്റേൺ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇത്രയും കെട്ടി കഴിഞ്ഞിട്ട് ഈ ബാക്കി കിടക്കുന്ന ഭാഗത്ത് നമുക്ക് ചെറിയ ചെറിയ കെട്ടുകളും കൂടെ കൊടുക്കാം. ഈ പാറ്റേണിന് ബേസിക് നോട്ട് എന്നാണ് പറയുന്നത്. ഫുള്ളായിട്ടും കെട്ടിത്തീർന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ 3 പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് സൺബസ്റ്റ്, ഇത് ബേസിക് നോട്ട്, ഇത് സ്ട്രൈപ്സ്. ഇനി ഇതിന് നമുക്ക് കളർ കൊടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ തുണി മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഡൈ പൗഡർ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ കളറാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ എടുക്കാവുന്നതാണ് കേട്ടോ.
ഇനി ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കല്ലുപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പൊടിയുപ്പ് ഉപയോഗിക്കുന്നതിലും നല്ലത് കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ്. കെട്ടിവെച്ചിരിക്കുന്ന ഈ തുണി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂർ തിളയ്ക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതിപ്പോ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുത്ത് നമ്മളിവിടെ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്കിട്ട് നമുക്ക് കഴുകിയെടുക്കാം. രണ്ട് പ്രാവശ്യം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം കേട്ടോ. ഇതിപ്പോ നമ്മൾ 2 പ്രാവശ്യം വെള്ളത്തിലിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. ഇതിന്റെ വെള്ളം കുറച്ചൊന്ന് പോയതിനു ശേഷം നമുക്ക് ഈ കെട്ടുകൾ അഴിച്ചെടുക്കാം. ഇതിപ്പോ ഈ തുണിയുടെ വെള്ളം കുറച്ചൊന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കെട്ടുകളെല്ലാം നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് അഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഉണക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇത് കോട്ടൺ തുണിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. കോട്ടൺ തുണി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സിൽക്ക്, ലിനന്, ഷിഫോണ്, അതുപോലെ കട്ടി കുറഞ്ഞ ഏത് മെറ്റീരിയലും നമുക്കിത് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ഈ ചാനലിന് എന്തെങ്കിലും പോരായ്മകളുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് പറയണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നമ്മളിതിൻ്റെ കെട്ടുകളെല്ലാം തന്നെ അഴിച്ചു തീർന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തണലത്തിട്ട് ഉണക്കിയെടുക്കാം. അതുപോലെ ഈ തുണി ആദ്യത്തെ കഴുക്കിന് കളർ ഗാർഡ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ കളർ ഗാർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കല്ലുപ്പ് സാധാരണ പച്ചവെള്ളത്തിൽ നന്നായിട്ട് അലിയിപ്പിച്ചതിന് ശേഷം അതിലൊരു 15 മിനിറ്റ് മുക്കി വെക്കുക.
എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി ഈ തുണിയെന്നല്ല, ഏത് തുണിയും നമ്മൾ കല്ലുപ്പിനകത്ത് മുക്കി വെച്ചിട്ട് അലക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ സാരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഫാഷനിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ താല്പര്യമുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.